പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു എംപിയെ തിരുവനന്തപുരത്തിന് വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ അൽഫോൺസ് കണ്ണന്താനം. ചെറുപ്രായത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുഃഖകരമാണെന്നും അൽഫോൺസ് കണ്ണന്താനം അറിയിച്ചു. തിരുവനന്തപുരത്തെ ബി.ജെ.പി. ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ചെറുപ്രായത്തിലെ കഴിവ് തെളിയിക്കുകയും വിവിധയിടങ്ങളിൽ വിജയം കരസ്ഥമാക്കുകയും ചെയ്ത വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരെന്നും തീരദേശത്തെ മക്കളുടെ ജീവിതം ദുഃഖകരമാണെന്നും മാറി കേരളം ഭരിച്ച ഇടതു വലത് സർക്കാരുകൾ അവരെ പരിഗണിക്കാത്തത് കൊണ്ട് തീരദേശ മേഖലയിലുള്ളവർക്ക് സമഗ്ര വികസന പദ്ധതിയാണ് രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കുവാൻ പോകുന്നതെന്നും ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ കാലാകാലങ്ങളായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആയിരിക്കണം വിജയിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ വിജയിപ്പിക്കണമെന്നുള്ളതാണ്. ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം എം പി ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ആ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞ് എം പി ആയിട്ട് തുറന്നപ്പോൾ അദ്ദേഹം എം പി ആയിരുന്നു. അദ്ദേഹത്തെ വളരെ അടുത്തറിയാം. അദ്ദേഹം ഒന്നാമത് ഒരു വളരെ ജീവിതത്തിൽ വിജയിച്ച ആളാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ സർവീസ് മുംബൈയിൽ തുടങ്ങി. അത് 10 വർഷം നടത്തി. 2006 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂണിക്കോൺ ആയത്, നമ്മളിന്ന് ഇന്ത്യയിലെ തന്നെ 150 യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ആസ്തിയുള്ള കമ്പനി, അതാണ് യൂണിക്കോൺ. അത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിക്കോൺ ആയത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ BPL മൊബൈലായിരുന്നു. അദ്ദേഹം അത് 2006 വിറ്റു. $1.1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9,000 കോടി രൂപയ്ക്ക് അദ്ദേഹം അത് വിറ്റു. അദ്ദേഹം ഇക്വിറ്റി ഇൻവെസ്റ്ററായി ക്യാപിറ്റൽ ഇക്വിറ്റി പ്രൈവറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പല മേഖലയിലും പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൈനിയറിംഗ് ഇൻഡസ്ട്രി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ സർവീസ് മുംബൈ തുടങ്ങിയ അദ്ദേഹമാണ്. അപ്പോൾ ഒരു പൈനിയറിംഗ് ഇൻഡസ്ട്രി, ഒരു ബിസിനസ്മാൻ. അതിനു മുമ്പ് അമേരിക്കയിൽ പഠിച്ച് അന്നത്തെ ഇൻറ്റൽ കമ്പനിയിലെ 686 എന്ന് പറയുന്ന ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന ആ ടീമിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാങ്കേതികമായി നല്ല അറിവുണ്ട്. ആ അറിവ് ഉപയോഗിച്ച് അദ്ദേഹം ഇന്ത്യയിലെ മൊബൈൽ ടെക്നോളജി കൊണ്ട് പൈനിയർ ചെയ്തു. അതിൽ നിന്ന് നല്ല വരുമാനമുണ്ടാക്കി. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 2006 അദ്ദേഹം പാർലമെൻറ്റ് വരുന്നത്. അന്ന് പ്രധാനമായിട്ടും ഈ 2G സ്പെക്ട്രം ഓപ്ഷന് അതിൻ്റെ കാര്യം പാർലമെൻറ്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 2G സ്പെക്ട്രത്തിൽ വൻ കോഴയോടുകൂടി കാര്യങ്ങൾ നടന്നു. അതെല്ലാം പിന്നെ CG എക്സ്പോസ് ചെയ്ത കാര്യങ്ങളാണ്. മന്ത്രിയായിരിക്കെ അദ്ദേഹം എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല IT ഇലക്ട്രോണിക്സ് മന്ത്രിയാണ്. ഞാനും ടൂറിസം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാനും IT ഇലക്ട്രോണിക്സിൻ്റെ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം അതായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തതിനേക്കാളൊക്കെ 1000 മടങ്ങ് കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെ ദുഃഖകരമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വർഷമായിട്ടും അവർക്ക് വൈകുന്നേരം വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ. അവരുടെ വീടുകൾ വൈകുന്നേരം ചെല്ലുമ്പോൾ ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ആ വീടുകൾ കടലിൽ പോകുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഒരു സമഗ്രമായ തീരദേശ പദ്ധതി അദ്ദേഹം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം MP ആയാൽ ഉടനെ തന്നെ അത് നടപ്പാക്കിയിരിക്കും. എന്തൊക്കെയായിരിക്കും അതിനകത്ത്? നമുക്ക് കടൽ ഭിത്തി, പിന്നെ ഫിഷിംഗ് ബോട്ടുകൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, സ്ട്രോങ് ആയിട്ട് മത്സ്യത്തൊഴിലാളി എന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ബോട്ടുകളും വലകളും ഒക്കെ കൊടുക്കുക, വീടുണ്ടാക്കാനുള്ള സൗകര്യം കൊടുക്കുക, എല്ലാവർക്കും വീടുകൾ കൊടുക്കുക. അപ്പോൾ സമഗ്ര വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുക. അപ്പോൾ സമഗ്രമായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കോസ്റ്റിൽ ഈ 540 കിലോമീറ്റർ പദ്ധതി ഉണ്ടാക്കിയിരിക്കും. എനിക്കൊരു അപേക്ഷയുള്ളത്, എനിക്കറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ ബുദ്ധിമാനാണ്, മിടുക്കനാണ്, ജനങ്ങളുടെ കൂടെ നിന്ന് കാണിച്ചിട്ടുള്ള ആളാണ്. വെറുതെ വാചകം പറയും മാത്രമല്ല, കാര്യങ്ങൾ ചെയ്ത് കാണിച്ച ഏറ്റവും നല്ല ഒരു മന്ത്രി, ഒരു യുവാവായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് ജനങ്ങൾ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തിന് നല്ലതാണ്, കേരളത്തിന് നല്ലതാണ്. കാരണം അദ്ദേഹം ഒരു MP ആയാൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും, അതിനൊരു സംശയമില്ല. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായാൽ എന്തോ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു, എന്തോ ഒരു റിസോഴ്സസ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കൊടുക്കാൻ തയ്യാറാക്കുക. ഗഡ്കരി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ തരാം. പക്ഷേ ഇത് പറയാനാണ് വേണ്ടേ? നമ്മുടെ MP പറയുന്നുണ്ട്.
അത് പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ പുറകെ നടക്കണ്ടേ, നടപ്പിലാക്കണ്ടേ. അപ്പോൾ എത്ര പൈസ വേണമെങ്കിലും കേരളത്തിൽ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് പറയാനും നടപ്പിലാക്കാനുമുള്ള കഴിവുള്ള ഒരാൾ വേണം. അതെൻ്റെ കാഴ്ചപ്പാടിൽ രാജീവ് ചന്ദ്രശേഖരനെക്കാളും മെച്ചമായിട്ട് ഒരാൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ പരിഗണിക്കണം, അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം. ഈ നാടിന് നല്ലതാണ്. ഇതിന് പാർട്ടി ഒന്നും നോക്കരുത് എൻ്റെ അഭ്യർത്ഥന. നമ്മൾ പാർട്ടി മുദ്രാവാക്യം വിളിച്ച് നടന്നതല്ലേ 10-70 വർഷം. എന്താ കേരളത്തിൽ നടന്നത്? ഇവിടെ നല്ല ആരോഗ്യമുള്ള മനുഷ്യരുണ്ടെന്നല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പാർട്ടിയൊക്കെ ഒന്ന് മാറ്റി നിർത്തി അതിനപ്പുറത്ത് നമുക്കൊന്ന് വ്യത്യസ്തമായി പ്രാവശ്യം ഒന്ന് ചിന്തിക്കാവുന്നേ. അപ്പോൾ അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളോട്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. M5 ന്യൂസ്, തിരുവനന്തപുരം.